അർജുൻ ആയങ്കി നിരവധി ക്രിമിനൽ കേസുകളിൽ പെട്ടയാളാണെന്നും ജാമ്യം ലഭിച്ചാൽ നിയമവ്യവസ്ഥയെ നിസ്സാരവൽക്കരിച്ച് കുറ്റകൃത്യം ആവർത്തിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമം നടത്തും. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതിനാൽ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എടുത്ത് സുഹൃത്തായ പ്രണവാണെന്ന് ആയങ്കി മൊഴി നൽകി. ഇക്കാര്യം പോലീസ് പരിശോധിക്കും. സൈഫുള്ള വിവരങ്ങൾ നൽകാനായി. സൈഫുള്ള, എന്തൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ? അനീഷ, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിച്ചാൽ ഇനിയും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള ശ്രമം അർജുൻ ആയങ്കിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും. അതുകൊണ്ട് അർജുൻ ആയങ്കിക്ക് ജാമ്യം നൽകരുത് എന്നാണ്. മാത്രമല്ല, ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ഇയാളുടെ ഫോണ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ഇയാൾക്കെതിരെ നിലവിൽ ഉള്ള കേസുകളും അതുപോലെ ഈ കുറ്റപത്രം സമർപ്പിച്ചതും വിചാരണ നടക്കുന്നതുമായിട്ടുള്ള കേസുകളുടെ കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിലവിൽ അർജുൻ ആയങ്കിക്കെതിരെ ഉള്ളത് അത്തരത്തിൽ 20ഓളം കേസുകളാണ്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സംസ്ഥാനത്തുടനീളം 20ഓളം കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ ഉള്ളത്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതുപോലെ ഈ അർജുൻ ആയങ്കി ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിട്ട ഈ ഫോണ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പോലീസ് ഇന്നൊരു ഫോണ് പിടിച്ചെടുത്തിട്ടുണ്ട് അർജുൻ ആയങ്കിയുടേത്. ഈ ഫോണിൽ നിന്നാണോ അർജുൻ ആയങ്കി ആഭ്യന്തരമന്ത്രിക്കെതിരെയും മറ്റ് പോലീസുകാർക്കെതിരെയും പോസ്റ്റിട്ടത് എന്ന് പോലീസ് പരിശോധിക്കും. മാത്രമല്ല, അർജുൻ ആയങ്കി ഒളിവിൽ കഴിയുന്ന സമയത്ത് ഫോണിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും കമന്റുകളും പോലീസിനെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് തന്റെ സുഹൃത്ത് പ്രണവാണ് നടത്തിയതെന്നാണ് അർജുൻ ആയങ്കി പറഞ്ഞത്. അത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രണവ് തന്നെയാണോ ഏത് ഫോണിലാണ് പ്രണവ് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടത്? അർജുൻ ആയങ്കിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്രണവിന് കൈമാറിയതാണോ, അല്ലെങ്കിൽ അർജുൻ ആയങ്കിയുടെ തന്നെ മറ്റേതെങ്കിലും ഫോണിലാണോ പ്രണവ് ഈ പോസ്റ്റ് ഇട്ടത്, അല്ലെങ്കിൽ അർജുൻ ആയങ്കി തന്നെ പോസ്റ്റ് ഇട്ട പ്രണവിന്റെ പേര് പറഞ്ഞതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് അർജുൻ ആയങ്കിയെ പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങണം. ഈ കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അനീഷ.